ആനി രാജയെ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് നിർദ്ദേശിച്ച് സംസ്ഥാന നേതൃത്വം. കാനം രാജേന്ദ്രന്റെ ഒഴിവിലേക്കാണ് ആനി രാജയെ നിർദ്ദേശിച്ചത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മുതിർന്ന നേതാവ് കെ പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത്. നേരത്തെ പ്രകാശ് ബാബു രാജ്യസഭാ സ്ഥാനാർത്ഥിയാകുന്നതും തഴഞ്ഞിരുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബു കടുത്ത അതൃപ്തിയിലാണ്. ഒന്നിന്റെയും പിറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രകാശ് ബാബു പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു. ആ നിർദ്ദേശവും വന്നു. ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ആനി രാജയെ എടുത്തു. അത് നല്ല കാര്യമാണ്. ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയും ചെയ്യുന്നു. ആനി രാജയ്ക്ക് അർഹതപ്പെട്ടതാണ്. ആനി രാജയെ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ഇത് വേറെ അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കണ്ട. ഒഴിവാക്കുന്നതല്ലല്ലോ, ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നില്ലേ. അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ നിർദ്ദേശം വന്ന് നല്ലത്. ഇന്ന് പത്രത്തിൽ വന്നല്ലോ. എനിക്കറിഞ്ഞൂടെ എങ്ങനെ അത് പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. കെ പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ മാധ്യമങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നിങ്ങൾ പല ആൾക്കാരും പലപ്പോഴും കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ഒന്നോ രണ്ടോ വട്ടമൊക്കെ കഥ അറിയാതെ ആട്ടം കാണാം. സ്ഥിരമായിട്ട് ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണുന്നത് വാശി പിടിക്കുന്നത് വളരെ ശരിയല്ലേ. അത് പ്രകാശ് ബാബു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ അവഗണിക്കാൻ ആർക്ക് പറ്റും? അദ്ദേഹത്തെ പ്രകാശ് ബാബുവിനെ പോലൊരു ഉന്നത നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഗണിക്കില്ല. ആ പ്രസ്താവന വളരെ ശരിയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ കഥയറിയാതെ അട്ടം കാണുന്നു എന്ന വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് CPIയിൽ നടക്കുന്നത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇക്കാര്യത്തിൽ കഥയറിയാതെ മാധ്യമങ്ങൾ ആട്ടം കാണുകയാണെന്ന കുറ്റപ്പെടുത്തൽ ഒരു തരത്തിലുള്ള പഴി മറ്റൊരു തരത്തിലേക്ക് ചാരലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനോടകം തന്നെ CPIയിൽ ഉടലെടുത്തിരിക്കുന്ന ഉൾപാർട്ടി വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പ്രകാശ് ബാബുവിനെ പരിഗണിക്കാതിരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടത് FKN വിജയകുമാർ ഈ കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം ബിനോയ് വിശ്വത്തെ പരിഗണിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള നീരസങ്ങൾ ഉണ്ടായിരുന്നു. പ്രകാശ് ബാബുവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ ഒരു തരത്തിലും പാർട്ടി പരിഗണിക്കുന്നില്ലെന്ന് അന്നേ ചെറിയ രീതിയിലുള്ള അതൃപ്തികൾ ഉയർന്നതാണ്. അതിനുശേഷമാണ് ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചിട്ടുള്ള തർക്കമടക്കം ഉണ്ടാകുന്നത്. CPI നേതൃയോഗത്തിലടക്കം ആദ്യം മുതൽ അവസാനം വരെ പരിഗണിച്ചൊരു പേര് പ്രകാശ് ബാബുവിന്റേതായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആ പേര് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ട PP സുനീർ എന്നതാക്കി. അങ്ങനെ രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകി. അതിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അന്നേ ഉയർന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന CPI സംസ്ഥാന കൗൺസിലിലും സമാനമായ രീതിയിൽ ഈ രാജ്യസഭാ സീറ്റ് PP സുനീറിന് നൽകിയതിനെ എതിർത്ത CPI കൗൺസിലിൽ VS സുനിൽകുമാർ ശബ്ദമുയർത്തി. മാത്രമല്ല പ്രകാശ് ബാബുവിനെ അയക്കണമായിരുന്നുവെന്നും VS സുനിൽകുമാർ അഭിപ്രായം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് ഒഴിവാക്കൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയാണ്. എന്നാൽ പ്രകാശ് ബാബുവിനെ പരിഗണിച്ചതേയില്ല. ഇതിൽ പ്രത്യക്ഷ വിമർശനത്തിൽ പ്രകാശ് ബാബു അങ്ങനെ പറയുന്നെങ്കിലും പ്രകാശ് ബാബു പക്ഷത്തിന് ഇക്കാര്യത്തിൽ വലിയ വിയോജിപ്പും അതൃപ്തിയും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലാകുന്ന സൂചന അനുസരിച്ച് കഴിഞ്ഞ സംസ്ഥാന കൗൺസിലടക്കം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ പഴിക്കുന്നതായിരുന്നു ഈ കാനം പക്ഷത്തിന് അല്ലെങ്കിൽ ബിനോയ് വിശ്വം പക്ഷത്തിന്റെ നീക്കങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം നമുക്കെതിരെ അടക്കം നമ്മൾ വാർത്ത നൽകിയതിനടക്കം ഇത്തരം വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെതിരെ അടക്കം വലിയ തരത്തിലുള്ള വിമർശനം അത് ഉയർത്തുകയുമുണ്ട്. അത് ഒറ്റപ്പെട്ട സ്വരമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സകല വഴിയും മാധ്യമങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവച്ച് തലയൂരാനുള്ള ശ്രമമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPI നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ശ്രമം. അതിലും ചില നേതാക്കൾ അക്കാര്യത്തിലും ചില വിമർശനങ്ങൾ സംസ്ഥാന കൗൺസിലിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയ കാര്യം നീതീകരിക്കാനാവില്ല എന്നുള്ള വിലയിരുത്തൽ CPIയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയായി രൂപപ്പെടും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. വിജയകുമാർ, പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല എന്നുമാണ് ബിനോയ് വിശ്വം ഈ വാർത്തകളോട് പ്രതികരിച്ചത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.